ഹലോ, എനിക്കിന്ന് പുളിശ്ശേരിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഊണിന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഏത്തക്കായ കൊണ്ടുള്ള പുളിശ്ശേരിയാണ്. ഏത്തക്കായ തൊണ്ട് കളഞ്ഞ് പച്ചമുളകും കീറിയിട്ടിട്ട് കൽച്ചട്ടിയിലാണ് കേട്ടോ വേവിക്കുന്നത്. വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. പിന്നെ അതിന് പൊടികൾ മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ മുളക് പൊടി കുറച്ച് മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ഇടുന്നുണ്ട്, പിന്നെ പുളിശ്ശേരിക്ക് അങ്ങനെ എരിവുള്ള ഒരു കറി അല്ലല്ലോ, സ്പൈസി അല്ലല്ലോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, പിന്നെ കുറച്ച് കറിവേപ്പില ഇങ്ങോട്ട് ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റണം, എന്നിട്ട് അരപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ. കായ വെന്തിട്ട് ചേർത്ത വെള്ളവും കൂടി വറ്റിയിട്ട് വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ. അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കിയിട്ട് വരാം. അതിന് കുറച്ച് തേങ്ങ എടുക്കുക, തേങ്ങയും പിന്നെ കുറച്ച് ജീരകവും, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ പച്ചമുളകൊന്നും അരയ്ക്കുന്നില്ല. ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലും അല്ല, നമ്മുടെ ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ് കറികൾ വയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ അമ്മ വെച്ച് കണ്ട രീതിയിലാണ്. അപ്പോൾ തേങ്ങ ജീരകം അരയ്ക്കും, എന്നിട്ട് പിന്നെ അവസാനം കറിവേപ്പില ഒന്ന് ചതച്ചെടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ട് നമ്മുടെ അരപ്പിലെ കായൽ വെള്ളം വറ്റിയിട്ട് ഞാൻ ചേർത്ത് വിട്ട് അരപ്പ് ഇതിൽ ചേർത്ത് അത് തിളച്ചിട്ട് ഈ അരപ്പിലെ വെള്ളവും കൂടി വറ്റണം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പം അരപ്പ് ചേർത്തു, തള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കഷ്ണവും വെന്തു, നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലെ വെള്ളവും കൂടി ഒന്ന് വറ്റണം. ഈ അരപ്പിലെ വെള്ളവും കൂടി വറ്റണം. നന്നായിട്ട് തിളച്ചു. അപ്പോൾ നോക്കൂ, അരപ്പിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് കൽച്ചട്ടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് നല്ല ചൂടാണല്ലോ, വേഗം ഇതാകും. എന്നിട്ട് നമുക്കിതിലേക്ക് തൈര് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്, അതൊഴിക്കാം. തൈരിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, തൈരിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് ചൂടായാൽ മതി. ഈ കൽച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ അധികം തീ കത്തിക്കരുത്. ഇപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തു. എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തൈര് പിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പുളിശ്ശേരി വയ്ക്കുന്നത് കൽച്ചട്ടി തന്നെയാണ് കേട്ടോ. പുളിശ്ശേരി എന്നല്ല, മിക്കവാറും കറികൾ കൽച്ചട്ടി തന്നെയാണ് വെക്കുന്നത്. സാമ്പാർ മാത്രം കുക്കറിൽ. ഇവിടെ പുളിശ്ശേരി എനിക്ക് മിക്കവാറും പുളിശ്ശേരി ഉണ്ടാവാറുണ്ട് എല്ലാ ആഴ്ചയിലും. പുളിശ്ശേരി കഷ്ണങ്ങൾ മാറി മാറി വരും. ഇന്നിപ്പോൾ ഏത്തക്ക ആണ്, പിന്നെ അടുത്ത ദിവസമാണെങ്കിൽ വെള്ളരിക്ക, പിന്നെ ചേന, അങ്ങനെയല്ലേ നമുക്ക് ഈ പുളിശ്ശേരി സാമ്പാർ പുളിശ്ശേരിയല്ലേ ഉള്ളൂ. പിന്നെ മീൻ കറി ഉണ്ട്. പക്ഷേ ഇവിടെ അധികം അങ്ങനെ വെക്കാറില്ല. വല്ലപ്പോഴും മീൻ മേടിച്ചാലും മീൻ വറുക്കുക ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് ഇളക്കി. ഇനി നമുക്കിതിലേക്ക് ഉള്ള വറവിടാൻ ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നെയ്യാണ് കേട്ടോ ചേർക്കണത്. ഞാൻ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ്. പാലിൻ്റെ പാട ഇറച്ച്, എല്ലാവർക്കും അറിയാവുന്നതല്ലേ അത്, പാലിൻ്റെ പാട ഇറച്ച നെയ്യ്. ആ നെയ്യ് അവിടെ ഇരുന്ന് ചൂടാവട്ടെ. അപ്പോൾ ഒരു കാര്യം, ഞാൻ കുറച്ച് കറിവേപ്പില നമ്മുടെ പുളിശ്ശേരിയിലേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോഴത്തേക്ക് നെയ്യിന്ന് ചൂടാവട്ടെ. കുറച്ച് കറിവേപ്പില നമ്മുടെ പുളിശ്ശേരിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വെറുതെ പച്ചക്കറിവേപ്പില, അതിനൊരു പ്രത്യേക സ്വാദുണ്ട്. ഇനി നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിടാം. കടുകിൻ്റെ കൂടെ ഒരു കറിവേപ്പിലയും കൂടെ പോന്നിട്ടുണ്ട്. കടുകിട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ മുളക്, കറിവേപ്പില ഇടാം. അതൊന്ന് ചൂടായി കഴിയുമ്പം ഞാൻ ഉലുവ ഇടും. ചിലർ ഉലുവ പൊടി ഇടും, ഞാൻ ഉലുവയാണ് ഇടുന്നത് കേട്ടോ. ഉലുവ പെട്ടെന്ന് ചൂടാവുമല്ലോ. അപ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്കിത് പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതാ നോക്കൂ, നമ്മുടെ പുളിശ്ശേരി റെഡിയാണ്. ഇതാ കാണുമ്പോൾ തന്നെ നല്ല ലുക്കില്ലേ. അപ്പോൾ ഇത് ഉച്ചയാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ടിയാവും, കാളൻ പോലെയാവും. ഓക്കെ, ഈ കൽച്ചട്ടി തന്നെ ഇരുന്ന് കുറുകും. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് കുറച്ച് പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഉണ്ടിട്ട് വരാം. ഓക്കേ, അപ്പോൾ നാളെ കാണാം. ബൈ.